ഹലോ കുട്ടികളെ, ഇന്ന് ഒരു ആനക്കുട്ടിയുടെ കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് മഞ്ഞണിക്കാട് എന്ന ഒരു കാടുണ്ടായിരുന്നു. അവിടെ അപ്പു എന്നു പേരുള്ള ഒരു ആനക്കുട്ടി അച്ഛനും അമ്മയ്ക്കുമൊപ്പം താമസിച്ചിരുന്നു. നല്ലവനായ അവനെ അവിടെയുള്ള മറ്റു മൃഗങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. അപ്പുവിന്റെ അടുത്ത കൂട്ടുകാരായിരുന്നു ശങ്കുവണ്ണാനും അമ്മിണിക്കുരുവിയും സോനുകാക്കയും. എപ്പോഴും 4 പേരും കൂടി കാട്ടിലൂടെ കളിച്ച് രസിക്കുമായിരുന്നു. ഒരു ദിവസം സോനുകാക്ക അവളുടെ അമ്മുമ്മയുടെ വീട്ടിൽ വിരുന്നിന് പോയി. മഞ്ഞണിക്കാട്ടിൽ നിന്നും കുറച്ചു ദൂരെയായി കൃഷ്ണപുരം എന്നു പേരുള്ള ഒരു നാട്ടിൽ. അവിടെ ഒരു ആൽമരത്തിലായിരുന്നു അവളുടെ അമ്മുമ്മയുടെ വീട്. അവളുടെ അമ്മുമ്മയുടെ വീടിനടുത്ത് ഒരു വിദ്യാലയമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്നു. അവരുടെ കളിയും ചിരിയും കലപില ശബ്ദവും എല്ലാം സോനുകാക്കയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. സോനു അമ്മുമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ആ വിദ്യാലയത്തിന്റെ മുറ്റത്ത് പോയി അതെല്ലാം കണ്ടിരിക്കുമായിരുന്നു. പതിവ് പോലെ ഇത്തവണയും സോനു അവിടെ ചെന്നിരുന്നു. അപ്പോഴതാ അവിടെ മുറ്റത്ത് നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഒരു കുഞ്ഞു സ്വർണമാല കിടക്കുന്നു. സോനുകാക്കയ്ക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ വിചാരിച്ചു, ഇത്തവണ അപ്പുക്കുട്ടന്റെ പിറന്നാൾ സമ്മാനമായി ഈ തിളങ്ങുന്ന മാല കൊടുക്കാം. അവൾ ആ മാലയും കൊത്തിയെടുത്ത് മഞ്ഞണിക്കാട്ടിലേക്ക് പറന്നു. അവൾ പറന്നു വരുന്നത് കണ്ട് കൂട്ടുകാർ 3 പേരും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ അവളുടെ കൊക്കിലിരിക്കുന്ന തിളങ്ങുന്ന മാല കണ്ടു. എന്ത് ഭംഗിയുള്ള മാല! ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി സോനു? അമ്മിണിക്കുരുവി ചോദിച്ചു. അപ്പോൾ സോനു പറഞ്ഞു, നാട്ടിലെ വിദ്യാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് കിട്ടിയതാണ്. ഇന്ന് അപ്പുവിന്റെ പിറന്നാളല്ലേ? അപ്പു, നിനക്ക് എന്റെ വക പിറന്നാൾ സമ്മാനമാണിത്. അയ്യോ സോനു, നീ എന്താണീ പറയുന്നത്? അപ്പു ചോദിച്ചു. മറ്റുള്ളവരുടെ സാധനങ്ങൾ അവരുടെ അനുവാദമില്ലാതെ ഒരിക്കലും എടുക്കരുത് എന്നാണ് എന്റെ അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് വേണ്ട. ഈ മാല അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് തിരികെ കൊടുക്കണം. സോനു, ഞങ്ങളും വരാം നിന്നോടൊപ്പം. നമുക്ക് ഈ മാല ആ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകന്റെ കയ്യിലേൽപ്പിക്കാം, അപ്പു പറഞ്ഞു. ശങ്കുവണ്ണാനും അമ്മിണിക്കുരുവിയും ആ അഭിപ്രായത്തോട് യോജിച്ചു. മനസ്സില്ലാ മനസ്സോടെ സോനുവും സമ്മതിച്ചു. 4 പേരും കൂടി കാടിറങ്ങി കൃഷ്ണപുരത്ത് വിദ്യാലയത്തിലെത്തി. ഇവരെ കണ്ട് കുട്ടികളെല്ലാം ഓടി വന്നു. എല്ലാവർക്കും അപ്പുവിനെയായിരുന്നു കൂടുതൽ ഇഷ്ടമായത്. അപ്പു അവിടത്തെ പ്രധാന അധ്യാപകനെ തിളങ്ങുന്ന ആ മാല ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഇവിടത്തെ മുറ്റത്തു നിന്ന് ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയതാണ്. ദയവായി ഇത് അങ്ങ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് തിരികെ കൊടുക്കണം. ആ മാല അമ്മു എന്ന കുട്ടിയുടേതായിരുന്നു. അവളുടെ പിറന്നാൾ സമ്മാനമായി അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതായിരുന്നു അത്. മാല കളഞ്ഞുപോയപ്പോൾ മുതൽ അമ്മു കരയുകയായിരുന്നു. അധ്യാപകൻ ആ മാല അമ്മുവിന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു. അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ നല്ലവരായ ഈ ആനക്കുട്ടിയെയും അവന്റെ കൂട്ടുകാരെയും കണ്ടു പഠിക്കണം. അവർ എത്ര സത്യസന്ധതയോടെയാണ് ഈ മാല ഇവിടെ തിരിച്ചേൽപ്പിച്ചത്. അതുകൊണ്ട് അമ്മുവിന് എത്രമാത്രം സന്തോഷമുണ്ടായി. നമ്മൾ ഓരോരുത്തരും സത്യസന്ധരായി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കണം. അവരെല്ലാവരും സന്തോഷത്തോടെ അപ്പുവിനെയും കൂട്ടുകാരെയും ധാരാളം മധുര പലഹാരങ്ങളും പഴങ്ങളും മറ്റും നൽകി സൽക്കരിച്ച് കാട്ടിലേക്ക് യാത്രയയച്ചു. അപ്പോൾ കുട്ടികളെ, എന്താണ് ഈ കഥയുടെ ഗുണപാഠം? സത്യം പറയുക, നല്ല കുട്ടികളായി വളരുക.